ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷാസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് റേഷൻ പുഴുങ്ങലരി കൊണ്ട് പച്ചരിയോ ചോറോ അവലോ ഒന്നും തന്നെ ചേർക്കാതെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നാണ്. റേഷൻ പുഴുങ്ങലരി മാത്രം വെച്ചുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലിക്കൊരു ഒട്ടലുണ്ടാവാറുണ്ടല്ലേ. എന്നാൽ ഒട്ടും ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യാതെ ഇഡ്ഡലി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അരി കുതിർക്കുന്ന സമയത്തും അരി അരക്കുമ്പോഴും മാവ് കൂട്ടി വെക്കുമ്പോഴും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒട്ടും ഒട്ടലില്ലാതെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ കൂടെ ഞാൻ ഈ വീഡിയോയിൽ അധികം വെജിറ്റബിൾസ് ഒന്നും ചേർക്കാതെ നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയല്ലോ നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. ഇഡ്ഡലി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 3 കപ്പ് റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന വേവില്ലാത്ത വെളുത്ത പുഴുങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ മെഷർമെൻറ്റ് കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി. നിങ്ങൾ ഗ്ലാസ്സിലാണ് അളന്നെടുക്കുന്നതെങ്കിൽ അപ്പോൾ ആ ഗ്ലാസ്സിൽ തന്നെ ഉഴുന്നും അളന്നെടുക്കണം എന്ന് മാത്രം. ഈ വേവില്ലാത്ത പുഴുങ്ങലരി കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലി കൈകൊണ്ട് തൊടുമ്പോൾ കയ്യിൽ ഒട്ടാറുണ്ട്. അങ്ങനെ ഒട്ടലൊന്നും ഇല്ലാത്ത ഇഡ്ഡലി കിട്ടാൻ വേണ്ടിയിട്ട് ഈ അരിയിലേക്ക് ഒരു പിടി കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കല്ലുപ്പ് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കല്ലുപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഈ അരി കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ അരിയിലുള്ള അഴുക്കും ആ പശപ്പശപ്പും അതുപോലെ ആ റേഷൻ അരിയുടെ ആ സ്മെല്ലൊക്കെ നല്ലതുപോലെ പോയി കിട്ടും. ഇപ്പം ഞാനിത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ വെള്ളം ക്ലീൻ ആകുന്നത് വരെ ഒരു 4-5 വെള്ളത്തിൽ ഈ അരി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. ഇപ്പം ഞാൻ ഈ അരി ഒരു 4-5 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് അതിനുശേഷം ഇതിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരി ഒരു 8 മണിക്കൂർ നേരം ഈ വെള്ളത്തിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുതിർത്തെടുക്കണം. അതിനായിട്ട് ഞാനിതിവിടെ അടച്ച് വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി ഒരു ബൗളിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 3 കപ്പ് പുഴുങ്ങലരിക്ക് 1 കപ്പ് ഉഴുന്ന് പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഈ ഉഴുന്ന് പരിപ്പിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് രണ്ടും ഒരു 2-3 വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. ഈ ഉഴുന്ന് ഒരുപാട് വെള്ളത്തിൽ അങ്ങോട്ട് കഴുകിയിട്ട് അതിൽ സ്റ്റാർച്ച് ഒന്നും കളഞ്ഞെടുക്കരുത് കേട്ടോ. ഉഴുന്ന് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ഈ ഉഴുന്നിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇത് കുതിർത്തെടുക്കുന്നത്. നമ്മൾ ഈ ഉഴുന്ന് കുതിർത്തെടുത്ത വെള്ളം പിന്നെ കളയുന്നില്ല. ഈ വെള്ളം കൊണ്ടാണ് നമ്മൾ ഈ അരി അരച്ചെടുക്കുന്നത്. ഞാൻ ഈ ഉഴുന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടാണ് കുതിർത്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഉഴുന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ നമ്മുടെ അരിയും ഉഴുന്നൊക്കെ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറ് ചൂടായി പോയാൽ നമുക്ക് ഇഡ്ഡലി അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പോൾ മിക്സിയുടെ ജാറ് ചൂടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉഴുന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുതിർത്തെടുത്തത്. ഇനി ഈ ഉഴുന്നിലെ വെള്ളം ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ ഉഴുന്നിലെ വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഈ ഉഴുന്നിലെ ബാക്കിയുള്ള വെള്ളവും ഈ ഉഴുന്നും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ ഈ ഉഴുന്നിൻ്റെ കുറച്ച് മുകളിലായിട്ട് വേണം കേട്ടോ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ. നമ്മളെടുത്ത ഉഴുന്ന് മുഴുവനും ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മിക്സിയുടെ ജാർ അടച്ച് കൊടുത്തിട്ട് ഈ ഉഴുന്ന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ഒന്ന് രണ്ട് തവണ നിർത്തിയിട്ട് വേണം കേട്ടോ ഈ ഉഴുന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി നിങ്ങളുടെ അടുത്ത് ഗ്രൈൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിട്ട് കൊടുത്തിട്ട് ഈ അരിയും ഉഴുന്നും അരച്ചെടുത്താലും മതി. ഇപ്പം ഞാൻ ഈ ഉഴുന്ന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഈ ഉഴുന്ന് അരച്ചെടുക്കേണ്ടത്. ഇനി ഈ അരച്ചെടുത്ത ഉഴുന്ന് ഒരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക.
എന്നിട്ട് ഈ അരിയിലെ വെള്ളം മുഴുവനായിട്ടും കളഞ്ഞെടുത്തതിന് ശേഷം ഈ അരി 2-3 ബാച്ചായിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ ആദ്യത്തെ ബാച്ച് അരച്ചെടുക്കാനായിട്ട് അരി ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരി അരച്ചെടുക്കുന്നത് നമ്മൾ ഉഴുന്ന് കുതിർത്തെടുത്ത വെള്ളം മാറ്റി വെച്ചില്ലേ, ആ വെള്ളത്തിലാണ്. പുഴുങ്ങലരിയൊക്കെ അരച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറ് പെട്ടെന്ന് തന്നെ ചൂടായി പോകും. അപ്പോൾ അങ്ങനെ ചൂടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അരി അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളവും ഐസ് ക്യൂബ്സൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ അരി കുറച്ച് തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കുക. അരി അരച്ചെടുക്കുമ്പോഴും ഒരു 2-3 പ്രാവശ്യം നിർത്തിയിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഈ അരി ആദ്യത്തെ ബാച്ച് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, കുറച്ച് തരിയോട് കൂടിയിട്ട് അധികം വെള്ളമില്ലാതെ ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. ഇനി ഈ ഒരു മാവ് നമ്മൾ നേരത്തെ ഉഴുന്ന് അരച്ചെടുത്തത് ഒഴിച്ച് വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ബാച്ച് അരച്ചെടുക്കാനുള്ള അരി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ അരി അരച്ചെടുക്കാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉഴുന്ന് കുതിർത്തെടുത്ത വെള്ളം തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ അരി അരച്ചെടുക്കാനായിട്ട് കുറച്ച് ഐസ് വാട്ടർ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തതുപോലെ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരി അരച്ചെടുത്തതുപോലെ തന്നെ ചെറിയ തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കുക. അരി അരച്ചെടുക്കുമ്പോൾ ചെറിയൊരു തരിയോട് കൂടിയിട്ട് അരച്ചെടുത്താൽ മാത്രമേ ഇഡ്ഡലി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ബാച്ചും അരച്ചെടുത്തതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള അരി മുഴുവനായിട്ടും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ അരി അരച്ചെടുക്കാൻ ആവശ്യമായ ഐസ് വാട്ടറും ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ അരച്ചെടുത്തതുപോലെ ചെറിയ തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മളെടുത്ത അരി മുഴുവനായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതും ഞാൻ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനൊരു തവി വെച്ചിട്ടാണ് കേട്ടോ ഈ മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തവി കൊണ്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇഡ്ഡലി ഒട്ടും പുളിയില്ലാതെ തന്നെ കിട്ടും. ഈ മാവ് നിങ്ങൾ കൈകൊണ്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നതെങ്കിൽ അപ്പോൾ ഇഡ്ഡലിക്ക് ചെറിയൊരു പുളി ഉണ്ടാവും. ഇവിടെ പുളിയുള്ള ഇഡ്ഡലി ആർക്കും ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തവി കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മാവ് ഒരു 10 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഈ മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് മാവ് കിട്ടേണ്ടത്. ഇനി ഈ ഒരു മാവ് നല്ലതുപോലെ ഫെർമെൻ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 8 മുതൽ 10 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഞാനിവിടെ ഇത് ഓവർനൈറ്റാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. കണ്ടോ, പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മളിതിൽ ഈസ്റ്റ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, എന്നാലും നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മാവ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് ഈ മാവ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ നേരത്തെ തന്നെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് ഇനി ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മാവ് ഒരുപാട് നേരം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലെ ബബിൾസ് ഒന്നും കളഞ്ഞെടുക്കരുത് കേട്ടോ. ഇപ്പം ഞാൻ ഈ മാവ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കി തുടങ്ങാം. മാവ് ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിലോ നെയ്യോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇഡ്ഡലി പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഇഡ്ഡലി ചെമ്പിൽ ആദ്യം തന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഇഡ്ഡലി ചെമ്പിലേക്ക് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ തട്ടിൽ ഓരോ കുഴിയിലും മാവ് ഒഴിച്ച് കൊടുക്കുക. ഇഡ്ഡലിക്ക് മാവ് അരച്ചെടുക്കുമ്പോൾ കഴിയുന്നതും കുറഞ്ഞ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിവിടെ ഒരൊറ്റ ട്രിപ്പിൽ 2 തട്ടിൽ മാവ് ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഇഡ്ഡലി തയ്യാറാക്കി എടുക്കുന്നത്. മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ കുഴിയുടെ പുറത്തേക്ക് പോവാത്ത രീതിയിൽ വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം സ്റ്റീം ചെയ്തെടുക്കുക. 5 മിനിറ്റിന് ശേഷം നമ്മുടെ ഇഡ്ഡലി നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇഡ്ഡലി നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷം ഈ ഇഡ്ഡലി തട്ടിൽ നിന്നും ഡീമോൾഡ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ഇഡ്ഡലി നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഡ്ഡലി തട്ടിൽ നിന്നും ഇഡ്ഡലി ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. കണ്ടോ, ഈ ഇഡ്ഡലി നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഇഡ്ഡലി പാത്രത്തിൽ നിന്നും എടുത്ത് മാറ്റാനായിട്ട് പറ്റുന്നുണ്ട്. കണ്ടോ, ഈ ഇഡ്ഡലി നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നമ്മളിതിൽ ചോറും അവലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെയാണിത്.
ഞാനിപ്പോൾ ഈ മാവ് കൊണ്ട് മുഴുവനായിട്ടൊന്നും ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുന്നില്ല. ഇപ്പം ഞാൻ ഈ മാവിൽ നിന്നും പകുതി മാവ് കൊണ്ട് മാത്രമേ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. ബാക്കി പകുതി ഞാൻ വേറൊരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ റേഷൻ കടയിലെ പുഴുങ്ങല്ലരി കൊണ്ട് ഒട്ടും മുട്ടി പിടിക്കാതെ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പുഴുങ്ങല്ലരി കൊണ്ട് ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും ഈ ഇഡ്ഡലി എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. ഇനി നമുക്ക് അധികം വെജിറ്റബിൾസ് ഒന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഒരു സാമ്പാർ തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് 1/2 കപ്പ് തുവരപ്പരിപ്പ് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്തെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തതും 2 മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തെടുത്തതും 1 മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. 3 വിസിലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെണ്ടക്ക കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ വെണ്ടക്ക ഈ എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ വെണ്ടക്ക ഈ ഒരു രീതിയിൽ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഈ കറി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വാട്ടിയെടുത്ത വെണ്ടക്ക ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. വെണ്ടക്കയുടെ കൂടെ ഞാൻ ഇതിലേക്ക് ഒരു 4 പച്ചമുളകും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ കറി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ കുക്കർ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ വെണ്ടക്ക വേവിച്ചെടുക്കുക. വിസിലടുപ്പിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ, വിസിൽ വരാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. വെണ്ടക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം കറി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ കറിയിലേക്ക് ആവശ്യമായ പുളി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ സാമ്പാർ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് ഇതിൽ പുളി ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോകരുത് കേട്ടോ. ഞാനിതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ കറി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. കറി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ്. ഈ സാമ്പാർ പൊടി ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തതാണ്. സാമ്പാർ പൊടി ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയിട്ട് അതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ. സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം കറി ഒന്ന് തിളച്ച് വന്നാൽ പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കറി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ചൊഴിച്ച് കൊടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ട് പൊട്ടിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി പൊട്ടി വന്നാൽ പിന്നെ ഇതിലേക്ക് വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഈ താളിപ്പ് ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. താളിപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ കറി ഒരു 5 മിനിറ്റ് നേരം അടച്ച് വെക്കണം കേട്ടോ. എന്നാലേ ഈ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഈ കറിയിലേക്ക് നല്ലതുപോലെ ഇറങ്ങിയിട്ട് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ കറി മിക്സ് ചെയ്തെടുത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടക്ക സാമ്പാറാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വെണ്ടക്ക കൊണ്ട് സാമ്പാർ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ 2 റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.